നോക്കൂ, ഒരു കൊച്ചുകുട്ടിയെ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ ഉസ്ബെക്കിസ്ഥാനിലേക്ക് പറഞ്ഞു വിടുകയാണ് പഠിപ്പിക്കാനായിട്ട്. തിരിച്ചു വരുന്ന സമയത്ത് ആ കുട്ടിയുടെ കാലും കൈയും ദേഹത്തിന് അതിന് ഉപദ്രവമേൽക്കാൻ മറ്റൊരു സ്ഥലവും ബാക്കിയില്ല എന്ന് പറയുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇവനിത് ചെയ്തത്? ഈ മലപ്പുറംകാരനുണ്ടല്ലോ, ഇവൻ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത്? ഇവനൊരു ജിഹാദിയാണ്. അപ്പോൾ ജിഹാദികൾ ലോകത്തെല്ലായിടത്തും ഇത് തന്നെയാണ് കാണിക്കുന്നത്. കാരണം മതത്തിൻ്റെ പ്രാന്ത് ഇവന്മാരുടെ തലയ്ക്കകത്ത് കയറിയിരിക്കുകയാണ്. അപ്പോൾ ജിഹാദികൾ ലോകത്തെല്ലായിടത്തും ഇത് തന്നെ കാണിക്കുന്നതാണ്. പക്ഷെ കേരളത്തിൽ ജിഹാദികൾ ഇത് കാണിക്കുമ്പോൾ എന്നെ അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം, കേരളത്തിൽ ഇത് ചെയ്യുന്നവന് സപ്പോർട്ട് കിട്ടുന്ന ഒരു എക്കോസിസ്റ്റം ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരുമൊക്കെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. നമ്മൾ നോക്കൂ, ഇന്നിപ്പോൾ ഈ സാവരിയ എന്ന് പറയുന്ന ആ കുഞ്ഞിൻ്റെ ആ ബന്ധുക്കൾ മാധ്യമങ്ങളെ കണ്ടല്ലോ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ ജനൻ ടി വിയുടെ മൈക്ക് മാത്രമല്ല, അവിടെ സ്മോൾ ടി വിയുടെയും ബിഗ് ടി വിയുടെയും ട്രീ കട്ടർ ടി വിയുടെയും ഒക്കെ മൈക്ക് ഉണ്ടായിരുന്നല്ലോ. അവരൊക്കെ നമ്മൾ കൊടുക്കുന്നവർ ഈ വാർത്തയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ഞാൻ അവിടുന്നാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം നോക്കിക്കാണുന്നത്. കാരണം കേരളത്തിലെ ബാക്കി മുഴുവൻ മാധ്യമങ്ങളും ഈ വാർത്ത എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? അവർ ഈ വാർത്തയെ ഡൗൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം എന്താണ്? അത് പറഞ്ഞതാണ്, അണ്ടർ പ്ലേ ചെയ്യുകയാണ്. കാരണം ഇവന്മാർ പറയുന്നത് ലവ് ജിഹാദ് ഇല്ല എന്നാണ് ഇവന്മാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരെയൊക്കെയോ വെള്ള പെയിന്റ് അടിക്കാൻ വേണ്ടി ഇവനൊക്കെ ഇപ്പോഴും ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു പച്ചയായ യാഥാർത്ഥ്യം ഇല്ല എന്ന് ഇവനൊക്കെ വീണ്ടും വീണ്ടും വെള്ള പെയിന്റ് അടിക്കുകയാണ് ജിഹാദികളെ. അതും കൊണ്ടാണ് ഈ കൊച്ചു കുഞ്ഞ് ഈ രീതിയിൽ ക്രൂരമായി ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട വിഷയം ഇവിടെ വാർത്തയല്ലാണ്ടാകുന്നത്. അതുകൊണ്ടാണ്. ഇത് ആദ്യത്തെ സംഭവമാണോ ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്നു? അല്ലെങ്കിൽ ഈ രീതിയിൽ ജിഹാദികൾ, ഇസ്ലാമിസ്റ്റുകൾ ഹിന്ദുക്കളും ക്രൈസ്തവരും അടങ്ങുന്ന പെൺകുഞ്ഞുങ്ങളെ ലക്ഷ്യമിടുന്നില്ല എന്ന് പറയുന്ന ആളുകൾക്ക് മുന്നിലേക്ക് സോണിയ സെബാസ്റ്റ്യന് എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. മേളിലോട്ട് നോക്കിയിരിക്കുക, അതിന് ഉത്തരവില്ല. നിമിഷ ഫാത്തിമയ്ക്ക് എന്ത് സംഭവിച്ചു? മെറിൻ ജേക്കബിന് എന്ത് സംഭവിച്ചു? ഇവരെല്ലാം പൊട്ടിത്തെറിക്കാൻ സിറിയയ്ക്ക് പോയ ആൾക്കാരാണ്. ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടെന്ന് പറയുന്നു, ഇല്ലെന്ന് പറയുന്നു. ദൈവത്തിനറിയാം ഇതൊക്കെ എവിടെ പോയേക്കുവാണ്. അപ്പം ഈ ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഈ ചോദ്യം ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരമില്ല. അനുജ എന്ന് പറയുന്ന ഒരു 23-കാരി ഒരിക്കൽ മഹാരാജാസ് കോളേജിൽ ആക്ടിവിസ്റ്റൊക്കെ ആയി നടന്ന ഒരു പെൺകുട്ടിയാണ്. ഒരു ദിവസം നോക്കുന്ന ഉടനെ തല മുഴുവൻ മൊട്ടയടിച്ച ശേഷം ഫാനിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്ന അനുജയാണ് കാണുന്നത്. എന്താണ് സംഭവിച്ചത്? ലവ് ജിഹാദിന്റെ ഇരയായിരുന്നു. ഈ അടുത്ത കാലത്ത് സോന എൽദോസ് എന്ന് പറയുന്ന കോതമംഗലത്തെ പെൺകുഞ്ഞിന് എന്താണ് സംഭവിച്ചത്? ക്രിസ്ത്യാനിയായ ഈ പെൺകുട്ടി മുസ്ലിം മതം സ്വീകരിക്കില്ല എന്ന് പറയുന്നുണ്ടെ കാമുകൻ നേരെ തിരിയുകയാണ്. അതുവരെ പ്രണയം ഇങ്ങനെ ഒലിക്കുകയായിരുന്നു. പക്ഷെ മുസ്ലിം മതത്തിൽ നിന്ന് കണ്ടപ്പോൾ ഇവന്റെ പ്രണയം അപ്പോൾ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്തു. ഇവിടെ ചോദിക്കാനും പറയാനും ഈ നാട്ടിൽ ആരെങ്കിലും ഉണ്ടോ? പോലീസ് ആ കേസ് എത്ര ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്തത്. ജനം ടി വി അല്ലാത്ത ഒറ്റ മാധ്യമം ആ വിഷയം നേരെ കൈകാര്യം ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ ജിഹാദികൾ ലോകത്തെല്ലായിടത്തും പ്രജിത്ത് പറഞ്ഞതുപോലെ ജിഹാദ് എന്ന് പറയുന്നത് അത് ഇസ്ലാമിക മതഭ്രാന്താണ്. അവർക്ക് ബാക്കി എല്ലാവരും കാഫറുകളാണ്. വിശേഷിച്ച് വിഗ്രഹത്തെ ആരാധിക്കുന്നവർ അവർ കാഫറുകളാണ്. കമ്മ്യൂണിസ്റ്റുകൾ അവർക്ക് കാഫറുകളാണ്. ഈശ്വരവിശ്വാസം ഇല്ലാതെ നടക്കുന്നവർ, കുരിശിനെ ആരാധിക്കുന്നവർ, ഇതൊക്കെ അവർക്ക് കാഫറുകളാണ്. അപ്പോൾ അവർ ആ കൂട്ടത്തിലുള്ള ആളുകളെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുവാനായി പ്രണയത്തെ കൃത്യമായി ഉപയോഗിച്ച് ലവ് ജിഹാദ് അവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നടത്തുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ അത് എന്തുകൊണ്ട് അപകടകരമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകം മുഴുവൻ ഈ വിഷയത്തിൽ ജാഗരൂകരായി നിൽക്കുമ്പോൾ ഭാരതത്തിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങൾ ഈ ലവ് ജിഹാദിനെതിരെ, ഇത്തരം മതപരിവർത്തനത്തിനെതിരെ നിയമങ്ങൾ കൊണ്ടുവന്ന് ഈ ജിഹാദികൾക്ക് വധശിക്ഷ ഉൾപ്പെടെ നൽകുന്ന കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം സ്ഫോടനവുമായി ബന്ധപ്പെട്ട്. അത്തരത്തിൽ ജാഗരൂകമാകുന്ന ഘട്ടത്തിലും കേരളത്തിൽ സംഭവിക്കുന്നത് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ ലവ് ജിഹാദ് ഇല്ല എന്ന് പ്രചരിപ്പിക്കുവാനും, അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികൾ ഈ വലയിലേക്ക് വീഴുന്ന ഘട്ടത്തിൽ ആ കേസ് തേച്ചു മായ്ച്ച് കളയാനുമൊക്കെയുള്ള വലിയ ശ്രമങ്ങൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ പാർട്ടികൾ, ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ, ഇവിടെ എഴുത്തുകാരെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ, ബുദ്ധിജീവികളെന്ന് പറയുന്നവർ, ഇവർ മുഴുവൻ മൗനത്തിലാണ്. ഇന്ന് ഈ സാവരിയുടെ വിഷയം ഇത്ര മോശം രീതിയിൽ കേരളത്തിൽ എന്തുകൊണ്ട് കൈകാര്യം ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സാക്ട്ലി അത് ലവ് ജിഹാദാണ്. അതുകൊണ്ട് തന്നെ ആ വാർത്ത ഉൾപ്പെടെ ഡൗൺ ചെയ്തിരിക്കുകയാണ് കേരളത്തിലെ മറ്റു മാധ്യമങ്ങൾ. ഞാൻ പറയുന്നത് അതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള വസ്തുത എന്നതാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന് ഈ ജിഹാദി സിസ്റ്റം അത് വളരെ കാലാകാലങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്നത് ഈ ശൈലിയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ മദ്രസ പഠനം, ഒപ്പം മലപ്പുറം പോലുള്ള ജില്ലകളിലൊക്കെ ഇത്തരം സംഘടനകൾക്ക് കാര്യമായ സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് പോപ്പുലർ ഫണ്ട്, അല്ലെങ്കിൽ പോപ്പുലർ ഫണ്ടിന് മുമ്പ് NDF ഉണ്ടായിരുന്നു, അതിന് മുമ്പ് സിമി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം തീവ്ര സംഘടനകൾ കാലാകാലങ്ങളായിട്ട് തന്നെ കേരളം അവരുടെ ഒരു വലിയ സ്വാധീന കേന്ദ്രമാണ്. വിശേഷിച്ച് വടക്കൻ കേരളത്തിലെ കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ ജില്ലകളൊക്കെ അവർക്ക് വലിയ സ്വാധീനമുണ്ട്. ഇപ്പോൾ തെക്കൻ കേരളത്തിലുമുണ്ട്. അപ്പോൾ ഇത്തരം സംഘടനകൾക്ക് സ്വാധീനമുണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ മുസ്ലിം ചെറുപ്പക്കാർ ഈ ജിഹാദിൻ്റെ വഴിയിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകർഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കാലത്ത് ജമ്മു കാശ്മീരിൽ എന്താണോ സംഭവിച്ചത് അതിൻ്റെ തനിയാവർത്തനം നമ്മുടെ കൊച്ചു കേരളത്തിലും ഉണ്ടാകും. അപ്പോൾ അതിനെ എങ്ങനെ നേരിടാം എന്ന്
മറ്റ് സംസ്ഥാനങ്ങൾ നമുക്ക് മുന്നിൽ ഒരുപാട് മാതൃകയായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മതപരിവർത്തന നിയമം UP, ഹരിയാന, അതുപോലെ തന്നെ മധ്യപ്രദേശൊക്കെ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പുതിയ മതപരിവർത്തന നിയമം വന്നിട്ടുണ്ട്. അത് ഈ ലവ് ജിഹാദിനെ കൂടി തടയുന്ന രീതിയിൽ പുതിയ മതപരിവർത്തന നിയമങ്ങൾ അവർ കൊണ്ടുവന്നു. കാരണം ലവ് ജിഹാദോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രണയം നടിച്ചുള്ള മതപരിവർത്തനം ഒന്നും കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമല്ല. അത് ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. ലോകത്തിന്റെ പല ഭാഗത്ത് ഇസ്ലാമിക രാഷ്ട്രസങ്കല്പം മനസ്സിലിട്ട് നടക്കുന്ന ഈ മതവെറിയന്മാർ ഈ രീതിയിൽ പെൺകുട്ടികളെ അടിച്ചുകൊണ്ട് പോവുകയും, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഒരു പൊതു സ്വഭാവം തന്നെ നമുക്ക് ആ മതത്തിന്റെ മുൻകാല ചരിത്രം നോക്കുമ്പോൾ ഉൾപ്പെടെ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ മറ്റു മതവിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് നേരെ അതിക്രമവും അക്രമവും നടത്തുന്നൊരു ശൈലി ആ മതവിഭാഗത്തിനുണ്ട്. അവരുടെ പടയോട്ട കാലഘട്ടങ്ങളിൽ ഭാരതത്തിലേക്കൊക്കെ അവർ പടയോട്ടം നടത്തിയപ്പോൾ തന്നെ മുസ്ലിം മുഗൾ രാജവംശങ്ങളൊക്കെ ഇവിടെ ചെയ്തത് തന്നെ ഏറ്റവും കൂടുതൽ അവർക്കൊരു പർട്ടിക്കുലർ ഏരിയയിൽ സ്വാധീനം ഉണ്ടാകുമ്പോൾ അവർ ആദ്യം ഉപയോഗിക്കുന്നത് അവിടുത്തെ സ്ത്രീകളെ കൃത്യമായി അവരുടെ പാളയങ്ങളിലേക്ക് എത്തിക്കുകയും അവർക്ക് നേരെ അതിക്രമം നടത്തുകയൊക്കെയാണ്. അതിലൊരു പ്രത്യേക രസം കണ്ടെത്തുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശക്തമായ നിയമം മറ്റ് സംസ്ഥാനങ്ങൾ കൊണ്ടുവരുമ്പോൾ അവിടെ ഇത്തരം കാര്യങ്ങളിൽ ഒരു ജാഗ്രത പൊതുസമൂഹത്തിന് ഉണ്ടാകുകയും അതിനെ തടയാനും കഴിയുന്നുണ്ട്. പക്ഷേ കേരളത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്, കേരളത്തിൽ ഈ നിയമം കൊണ്ടുവരുന്നവർ തന്നെ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ അപകടമായിട്ട് എനിക്ക് തോന്നുന്നത്.